അപ്പോൾ എമ്പുരാൻ വിശേഷങ്ങൾ. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ട് എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു ഭൂരിപക്ഷം ആരാധകരും പറയുന്നത്. പഴയ ലാലേട്ടൻ ഒരു വശത്ത്, ന്യൂച്ചൻ ലാലേട്ടൻ മറ്റൊരു വശത്ത്, ഖുറേഷി എബ്രഹാമായിട്ട് ഒരു വശത്ത് തിളങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരനായ ലാലേട്ടനെ തുടരും എന്ന ചിത്രത്തിലൂടെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒന്ന് പോയി കാണുക. നമ്മളുടെ രീതിയിലുള്ള ശൈലിയിലുമൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമ്മൾ വലിയ ഹൈറ്റിലൊന്നുള്ള ആളല്ല, നമ്മൾ സാധാരണക്കാരൻ. അപ്പം എമ്പുരാൻ വിശേഷങ്ങൾ, എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പ്രീഫെയിലുമായിട്ട് ബന്ധപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇന്നും കൂടെ പ്രീഫെയിലുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നാളെ ഇതുപോലെ സമയത്തൊക്കെ എമ്പുരാൻ്റെ വിജയാഘോഷങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പല ന്യൂസുകളും വരുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് എമ്പുരാൻ ആദ്യ ദിനത്തിൽ കളക്ഷനിൽ 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ ദിന കളക്ഷനിൽ ആദ്യമായി ഒരു മലയാള പടം റിലീസിംഗ് ഡേറ്റിൽ തന്നെ 50 കോടി കിടക്കുന്ന ഒരു ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുന്നു എന്നാണ് പ്രീഫെയിൽ കളക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്താ അല്ലേ, 50 കോടി. ഇതിന് മുമ്പത്തെ ചിത്രം ഏതായതെന്ന് അറിയാവോ? 20 കോടി മാത്രം കിട്ടിയ, അതും ലാലേട്ടൻ്റെ ചിത്രം തന്നെ. ലാലേട്ടനിലെ വേറെ ആരല്ലേ, മരക്കാർ. 20 കോടി ആദ്യ ദിനത്തിൽ 20 കോടി നേടിയ, വേൾഡ് വൈഡായിട്ട് നേടിയ മരക്കാറായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നത്. അത് റീഫെയിലൂടെ തന്നെ തിരുത്തി കുറിച്ചു നമ്മുടെ എമ്പുരാൻ 50 കോടിയിലേക്ക് എത്തും. 50 കോടിയിൽ നിന്ന് നാളെ ഏത് ലെവലിലെത്തും എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറയുന്നു, ഇതൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല. എല്ലാ തിയേറ്ററിലും പകലന്തിയോളം ഷോകൾ കളിക്കാനുള്ള കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നു, ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു, തിയേറ്റർ ഉടമകൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ കടം വീട്ടാനാണ് എമ്പുരാൻ്റെ വരവ്. ആൻ്റണി വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല. ആൻ്റണി വിചാരിക്കുന്നതിന് മുകളിലായിരിക്കും ഇതിൻ്റെ കളക്ഷൻ എന്ന് ഇന്നലെ തിയേറ്റർ ഉടമകളുടെ സംഘടന തന്നെ നേരിട്ട് വന്നു. അതൊരു മലയാള സിനിമയെ പറ്റിയും പറഞ്ഞിട്ടില്ല, അത് എമ്പുരാനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 50 കോടി കിടക്കുന്ന ഒരു മലയാള ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുന്നു. അത് വേറെ ലെവലാണ്. നമുക്ക് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇനി അതിൻ്റെ കളക്ഷനെ പറ്റി പറയേണ്ട കാര്യമില്ല. പിന്നെ ആദ്യ ദിനത്തിൽ കേരളത്തിലെ ലിയോയുടെ കളക്ഷൻ, ലിയോ 12 കോടി നേടിയപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് പറഞ്ഞത്. വിജയ് പ്രേമികളും മോഹൻലാലിന് ഇഷ്ടമില്ലാത്ത ചിലർ, വിജയ് പ്രേമികളുടെ കൂടെ, വിജയ് എനിക്കിഷ്ടമാണ് കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു നടനാണ്. പക്ഷെ വിജയ് പ്രേമികളുടെ കൂടെ ഇവിടുത്തെ ചില വ്യക്തികളുണ്ട്, ഇപ്പോഴും 100 കോടിയൊന്നും അടിക്കാൻ പറ്റാത്ത പല മഹാന്മാരുടെ ആരാധകരുണ്ട്. അവരും കൂടെ കയറുന്നു പറഞ്ഞു, ഇനി ലിയോയെ തകർക്കാൻ ആർക്കും പറ്റില്ല, ഞങ്ങൾക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. കാരണം 12 കോടി എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ്. അത് ലാലേട്ടനൊന്നും വന്നാൽ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തികൾ ഇപ്പം എന്തു പറയുന്നു എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം ലിയോയുടെ കളക്ഷൻ പ്രീഫെയിൽ ഇനത്തിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്നു എന്നുള്ളതാണ്. ഇനി ലക്ഷ്യങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ലക്ഷ്യങ്ങളും കൂടെ നേടിക്കഴിഞ്ഞാൽ ലിയോ പുറംവാതിലുകൊണ്ട് നമ്മൾ തുഴിച്ചു കളയും. അപ്പം നാളെ ചിത്രം കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് തോന്നുന്നു ആദ്യ ദിനത്തിൽ ഒരു 15 കോടിക്ക് മുകളിൽ നേടുന്ന ഒരു മലയാള ചിത്രമായിട്ട് എമ്പുരാൻ മാറും. അപ്പം കുറച്ച് നാളത്തേക്ക് എല്ലാവർക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങാം. കാരണം ഇനി അടുത്ത കാലത്തൊന്നും ഈ ഗാനത്തെ തൊടാൻ വേറെ ആരും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. തയ്യാറായാൽ തന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം തട്ടിക്കളയും. ഇനി ഈ കളക്ഷൻ തകർക്കണമെങ്കിൽ വീണ്ടും ഒരു ചിത്രം ലാലേട്ടൻ്റെതായിട്ട് വരേണ്ടി വരും. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 3 വന്നു കഴിയുമ്പോൾ ഈ കളക്ഷൻ വീണ്ടും തകരും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ആദ്യ ദിന കളക്ഷൻ, നമ്മളെ ആകെപ്പാടെ എനിക്കുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ഈ ലിയോയുടെ, സത്യം പറഞ്ഞാൽ വിജയ് എനിക്കിഷ്ടമാണെങ്കിലും ലിയോയുടെ കളക്ഷൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു. ഒരു മലയാളി അല്ലല്ലോ, ഒരു മലയാള സിനിമയിലെ
നമ്മൾ ദേശം ഭാഷ ഇതൊന്നുമല്ല, എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരന്മാരൊക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു മലയാളി നടനല്ലല്ലോ ഇതിൻ്റെ റെക്കോർഡ് ഇട്ടിട്ട് പോയ, അന്യഭാഷയിലൊക്കെ പോയി നമ്മളുടെ നടന്മാരിട്ടിട്ട് പോയാൽ അവർക്ക് രക്ഷിക്കുക, അതേപോലെ ഉള്ളൂ. അതാ ഏതെങ്കിലും മലയാളിയാണെങ്കിൽ നമുക്ക് ഇത്രയും വിഷമം വരത്തില്ല. അപ്പം വിജയ് വന്ന് നമ്മുടെ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് റെക്കോർഡ് ഇട്ടിട്ട് പോയി, അത് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു മഹാമാരുവിനെ പോലെ മാരുവോ എന്തെങ്കിലും ആയിട്ട് തകർക്കാൻ പറ്റാതെ എവറസ്റ്റ് കൊടുമുടിയെ പോലെ ഇങ്ങനെ കിടക്കുക. നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല. താഴെ നിന്ന് പലരും നോക്കി, ഒരു രക്ഷയില്ല. 12 കോടി എന്ന് പറയുന്നത് അങ്ങ് ഉയരെയല്ലേ. സാധാരണ നടന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ 6 കോടി 7 കോടിയൊക്കെ. പിന്നെ ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ്റെ ചിത്രങ്ങളൊന്നും നല്ല രീതിയിലുള്ള വരവുമില്ല. അപ്പാടെ തകർന്നു നിൽക്കുമ്പോഴാണ് ദേ വരുന്നു ലാലേട്ടൻ വീണ്ടും അവതരിച്ച് എമ്പുരാനിലൂടെ ആ റെക്കോർഡ് തകർക്കുകയല്ല, ചിത്രം തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തവിടുപൊടിയായിപ്പോയി. എന്നിട്ട് പുതിയൊരു റെക്കോർഡ് പുള്ളിയിടും. ആ റെക്കോർഡ് തകർക്കാൻ ആരുണ്ട് കേമൻ എന്ന് ചോദിക്കും. ഇനി ആരെങ്കിലും ആ റെക്കോർഡ് തകർക്കുകയാണെങ്കിൽ അടുത്തത് വീണ്ടും ഒരു വരവ് കൂടി വരേണ്ടി വരും. അതാണിപ്പം കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം വേൾഡ് വൈഡായിട്ട് ഇപ്പം പ്രീ ഫെയിൽ ഇനത്തിൽ കിട്ടിയേക്കുന്ന തുകയെന്ന് പറയുന്നത് അത് ആദ്യ ദിനം വിട്ടേരെ ബാക്കി എല്ലാം കൂടെ കിട്ടിയേക്കുന്നത് 80 കോടിക്ക് മുകളിൽ, 85 കോടി, 80 കോടിയിലേക്ക് അടുക്കുന്നു. 75 കോടിക്ക് മുകളിൽ കിട്ടിയിരിക്കുന്നു. അത് 80നോട് അടുക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് എന്താ പറയുന്നത്, 100 കോടിയുടെയൊക്കെ ബിസിനസ് നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഓവർഫീസ് അവകാശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 കോടി രൂപയ്ക്കാണ് വിറ്റത്. ഇപ്പോൾ 80ൻ്റെ കൂടെ 30 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 1/10. അതിൻ്റെ കൂടെ OTT അവകാശം വിറ്റിട്ടില്ല. അത് 50 കോടി പറഞ്ഞിട്ടും കൊടുക്കാതെ വെച്ചേക്കുക. അപ്പോൾ 70 കോടിയൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും 10-200 കോടി ഇത് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കിട്ടും എന്നുള്ളതാണ്. പിന്നെ പല റൈറ്റ്സ് ഉണ്ട്, അതിൽ നിന്നൊക്കെ കിട്ടാൻ കിടക്കുന്നത്. അപ്പം കൃത്യമായിട്ട് നമുക്കറിയാവുന്ന ഓവർഫീസ് അവകാശം കൊടുത്തേക്കുന്നത് 30 കോടിയാണ് എന്ന് നമുക്കറിയാം. ബാക്കി ഒന്നും നമുക്കറിയില്ല. പിന്നെ നമുക്കറിയാവുന്നത് പ്രീ ഫെയിൽ ഇനത്തിൽ വേൾഡിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 80 കോടി രൂപയാണ് എന്നുള്ളതാണ്. അത് 100ലേക്ക് കടക്കുമോ? നാളെ 100 കടക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ നാളെ ആദ്യ ദിനം കഴിയുമ്പോഴത്തേന് ഏകദേശം 100ന് മുകളിൽ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ നമുക്ക് പലരും നമ്മളോട് ചോദിക്കുന്നു തമിഴ്നാട്ടിലെ കാര്യം എന്തായി. തമിഴ്നാട്ടിലെ കാര്യം ഒന്നും ആയില്ല. തമിഴ്നാട്ടിൽ 1 കോടി തകർത്തു. 1 കോടി പ്രീ ഫെയിൽ ഇനത്തിൽ തന്നെ നേടിയിട്ടുണ്ട്. അത് വിക്രമിൻ്റെ ചിത്രത്തിനേക്കാളും വലുതാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാൻ പല വീഡിയോയിലും ഈ വിക്രമിനെ പറ്റി ഞാൻ പറയുന്നില്ല. മലയാള സിനിമയെ നാളെ റിലീസ് ചെയ്യാവുന്ന ചിത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രീ ഫെയിൽ നേടി 1 കോടിക്ക് മുകളിൽ നേടി എമ്പുരാൻ മികച്ചു നിൽക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നാളെ ഒരു ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നു 2 കോടി 2.5 കോടിയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. കർണാടകത്തിലെ അവസ്ഥ അതുപോലെ തന്നെ. കർണാടകത്തിൽ ഏകദേശം 4 കോടി 15 ലക്ഷം രൂപയോളം പ്രീ ഫെയിൽ ഇനത്തിൽ തന്നെ സമ്പാദിച്ചു എന്നാണ് അറിയുന്നത്. അത് ആദ്യത്തെ 2 കോടി 2.5 കോടിയോളം ആദ്യ ദിനത്തെ കളക്ഷനാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ വരുന്നു. ചിത്രം വന്നതിന് ശേഷം ഒരു ഓളം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാ പ്രദേശങ്ങളിലും അത് തന്നെ ആകാൻ സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നമ്മളുടെ ചാനലൊന്ന് സന്ദർശിക്കുക. നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.